ഞാൻ ഈയിടെ ഹൃദയം എന്നുള്ള മൂവി കണ്ടു കേട്ടോ. അപ്പോൾ അതിലൊരു സീനിലിങ്ങനെ ബൺ പൊറോട്ടയും കറിയും കൂടിയിട്ടുള്ളൊരു സീനുണ്ട്. അത് കണ്ടപ്പോൾ മുതൽക്ക് എനിക്കൊരാഗ്രഹം ബൺ പൊറോട്ട കഴിച്ചാൽ കൊള്ളാമെന്ന്. ഇവിടെ ദുബായിൽ ബൺ പൊറോട്ടയൊന്നും ഞാൻ കണ്ടിട്ടില്ല എവിടെയും. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ ഒരു ബൺ പൊറോട്ട ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത റെസിപ്പിയാണിത്. ഉണ്ടാക്കിയപ്പോൾ സൂപ്പറായി വന്നു, നല്ല ടേസ്റ്റിയുമായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 2.5 കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ. ഗോതമ്പിലല്ല, മൈദയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇതെന്നൊരു 10 ബൺ പൊറോട്ടയാണ് എനിക്ക് കിട്ടിയത്. ചെറിയ പൊറോട്ട ആയിരിക്കും കേട്ടോ ബൺ പൊറോട്ട. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ടു, 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എഗ്ഗ് ഇട്ടിട്ടാണ് സാധാരണയായിട്ട് ബൺ പൊറോട്ട ചെയ്യുക. ഞാൻ എഗ്ഗ്ലെസ് ആയതുകൊണ്ട് ഞാൻ ലേശം ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ബേക്കിംഗ് സോഡ വേണ്ട. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് ഇടണം എന്നുള്ളവർക്ക് എഗ്ഗ് ഒഴിച്ചിട്ട് നമുക്ക് ഇതില്ലാതെ ബേക്കിംഗ് സോഡ ഒഴിവാക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. ഇനി ഒരു 1/2 കപ്പ് ലൈറ്റ് ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പാലിലൊഴിച്ച് അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് എന്താ പറയുക, ഡ്രൈ ആയിട്ടല്ല മാവ് കുഴക്കേണ്ടത്. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒട്ടും പോരായിരുന്നു. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മാവാണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് ലൂസല്ല, നമ്മുടെ ഭയങ്കര ടൈറ്റായി ചപ്പാത്തി മാവുമാരിയല്ല വേണ്ടത്. അപ്പോൾ ഇതിനെയൊന്ന് ഞാൻ കൈകൊണ്ട് കുഴച്ച് നോക്കുകയാണ്. പോരായെങ്കിൽ നമുക്ക് ഈ വെള്ളമാണെങ്കിലും പാലാണെങ്കിലും ചൂടോടുകൂടിയാണ് ഒഴിക്കുന്നത്. ഒരു 1/4 കപ്പ് ചൂട് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ചതല്ല, ജസ്റ്റ് ചൂടോട് കൂടിയിട്ട്, വളരെ ലൈറ്റ് വാമല്ല, കുറച്ച് നല്ല ചൂടുള്ള പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്. ആവശ്യത്തിന് ചുടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായി കുഴച്ചെടുക്കാം. ഇത് രണ്ടും ചൂടായിരിക്കണം, ചൂടിൽ കുഴക്കണം, അപ്പോഴാണ് നന്നാവുക നമ്മുടെ പൊറോട്ട. ഇനി ഇതിനെ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല എണ്ണം സോഫ്റ്റായിട്ട് തന്നെ കുഴയ്ക്കുക. നല്ല മാവിൽ കുറച്ച് വെള്ളമുണ്ടെങ്കിലും ഇത് ഇരുന്നിട്ടൊക്കെ കറക്റ്റാവും. ഇപ്പോൾ ഇതാത് നന്നായി കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം നമുക്ക് ഓയിലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മുകളിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനിയാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ. നമ്മളിതിനെ ഭയങ്കരമായിട്ട് വീശി അടിച്ചിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള കുറച്ച് കനുള്ള എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഇതുമാതിരി ഇനി നന്നായി ഒന്ന് ഇടിച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടിക്കുന്ന സാധനമാണ്. ഇതിന് പകരം ചപ്പാത്തി ഇത് വെച്ചിട്ട് ചപ്പാത്ര കോല് വെച്ചിട്ട് വേണമെങ്കിലും അടിക്കാം, ചുറ്റിക്ക് വേണമെങ്കിലും എടുത്തിട്ട് അടിക്കാം. നന്നായി നമുക്കിതുപോലെ അടിക്കാം. ഞാൻ ഇനി ലെയറായിട്ട് തന്നെയാണ് അടിക്കുന്നത്, ഇങ്ങോട്ടും അങ്ങോട്ടുമായിട്ട്. പൊറോട്ട എപ്പോഴും അടിക്കുന്നതിലും കുഴക്കുന്നതിലുമാണ് അതിൻ്റെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുമാതിരി അങ്ങോട്ട് റൗണ്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ടക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 1.5 മണിക്കൂറോളം ജസ്റ്റ് നമുക്കൊരു വാമായിട്ടുള്ള പ്ലേസിൽ വെക്കുക. തണുത്ത പ്ലേസിലല്ല, വാമായിട്ടുള്ള പ്ലേസിൽ ലേശം ഓയിലും കൂടി ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് അടച്ചു വയ്ക്കുക. ലേശം എണ്ണ മുകളിലാക്കിയിട്ട് വേണം, ഒഴിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഇതായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെടുത്ത് കഴിഞ്ഞ് ഇപ്പം നോക്കുമ്പോൾ നമുക്ക് വെള്ളമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇതേമാതിരി തന്നെ ഒന്ന് എടുക്കുക. എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് നീളത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ ഞാനിതാ ഇങ്ങനെ തന്നെ റൗണ്ട് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ പൊറോട്ട ആയിരിക്കും ബൺ പൊറോട്ട, അതുകൊണ്ട് ഭയങ്കര വലിയ പീസ് ഇതാക്കരുത്. ഇതിനിങ്ങനെ ഉള്ളിലേക്ക് ടക്ക് ചെയ്യുന്ന പോലെയാണ് ചെയ്യുക കേട്ടോ. ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഇതിനെ റൗണ്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ആക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ എഗെയിൻ ഒരു 1 അവറും കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് ഉണ്ടാക്കി വന്നപ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഒരു 4 മണിക്കൊക്കെ കുഴച്ച് വെച്ചാൽ നമുക്ക് ഡിന്നറിന് സുഖമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എഗെയിൻ ഒരു 1 മണിക്കൂർ ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എല്ലാം നനഞ്ഞ തുണിയായിരിക്കണം. അതിന് എഗെയിൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടുന്നില്ല, നല്ല സോഫ്റ്റ് മാവായിരിക്കണം. ടൈറ്റ് ആയിട്ടുള്ള മാവാവരുത്, അപ്പം നമ്മുടെ പൊറോട്ട നന്നാവില്ല. ഞാൻ ഇതിലൊക്കെ എണ്ണയൊന്ന് തടവിയതിന് ശേഷം ഇനി ഇതിന് അടിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. മാക്സിമം നമുക്ക് പറ്റാവുന്നത്രയും തിന്നായിട്ട് പരത്തിയെടുക്കുക. എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം തിന്നായിട്ട് എണ്ണ തടവി പരത്തുക. അപ്പം നമുക്ക് പരത്താൻ ഭയങ്കര ഈസി ആയിരിക്കും. ഷേപ്പൊന്നും കുഴപ്പമില്ല കേട്ടോ. മൈദ മാവാകുമ്പോൾ നമുക്ക് എങ്ങനെ ആക്കിയാലും ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ടൊന്നും വരില്ല. വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, വളരെ തിന്നായിട്ടാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ എണ്ണ നല്ലോണം തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കുക. ചെറുതായിട്ട് മടക്കുക. നമ്മുടെ സാധാ പൊറോട്ട ഇങ്ങനെ മടക്കുകയാണ് എങ്കിൽ നമ്മുടെ പൊറോട്ട കുറച്ച്
ബൺ പൊറോട്ട പോലെ ആക്കാനാണ്. ഇനി ഇതിനെ ഇതുപോലെ കൈൻ്റെ വിരലിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നേരത്തെ കുഴച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എഗ്ഗ് ഇടുന്നവർക്ക് എഗ്ഗ് ഇട്ടിട്ടും കുഴയ്ക്കാം, അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിനെ ഉള്ളിലേക്ക് ആണ് അതിൻ്റെ ഇതിനെ ആക്കുക കേട്ടോ. ആ മുകളിലുള്ള ഭാഗത്തിനെ ഉള്ളിലേക്ക് ജസ്റ്റ് തള്ളിക്കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ അമർത്തി കൊടുക്കുക. ഇത് പരത്തേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ അമർത്തി. കുറച്ചൊരു തിക്കായിരിക്കണം ബൺ പൊറോട്ട, ഒരുപാട് തിന്നാവരുത്. തിന്നായ നമ്മുടെ സാധാ പൊറോട്ടയും ബൺ പൊറോട്ടയും കൂടി ഒരു വ്യത്യാസം ഫീൽ ചെയ്യില്ല. ഇപ്പം ഇതാ റെഡി. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിക്കാനുള്ള പാത്രത്തിൽ വെച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അടിക്കാനുള്ളതിൽ ഉണ്ടാക്കുമ്പോഴാണ് പൊറോട്ട നന്നാവുന്നത്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം, എന്നാലേ ഉള്ളു വേവുള്ളൂ. ഇല്ല എങ്കിൽ ഉള്ളു വേവില്ല കേട്ടോ, പുറമേ മാത്രമേ വേവുള്ളൂ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുക. മുകളിൽ കുറച്ച് നല്ലോണം എണ്ണ ഒഴിക്കുക, അടിയിലും നല്ലോണം എണ്ണ വേണം. എങ്കിലേ ബൺ പൊറോട്ടയുടെ ആ ക്രിസ്പിനെസ്സും സോഫ്റ്റ്നെസ്സും ഉള്ളിൽ ടേസ്റ്റും ഒക്കെ വരുള്ളൂ കേട്ടോ. ഞാനൊരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ മറിച്ചിടുന്നുണ്ട്. ലോ ഫ്ലെയിമിലായതുകൊണ്ടാണ് നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് കുക്കാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതാവുന്നുണ്ട്. എഗെയിൻ മുകളിൽ നല്ലോണം എണ്ണ ഒഴിച്ചെടുക്കുക. ബൺ പൊറോട്ടയ്ക്ക് നിറയെ എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായി വരികയുമുള്ളൂ. അപ്പോൾ എഗെയിൻ ഒരു 10 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോൾ കണ്ടോ നന്നായി ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉള്ളു വേവാതെ ഒന്നും ഇരുന്നിട്ടില്ല. എഗെയിൻ ഒരു 2-3 മിനിറ്റും കൂടി ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 2 സൈഡും നല്ല പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചില്ല എങ്കിൽ നമുക്ക് ഉള്ളു കുക്കാവില്ല. അതുകൊണ്ടാണ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത് കേട്ടോ. കണ്ടോ നന്നായി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഏത് പൊറോട്ടയാണെങ്കിലും അടിച്ചെടുത്താലാണ് അതിലൊരു രസം അല്ലേ. 2 പൊറോട്ട വെച്ചതിന് ശേഷം എന്താ അതുപോലെ അടിക്കേണ്ടത്. കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പൊറോട്ട. ഉള്ളു വെന്തിട്ടുമുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക, അപ്പം നന്നായി വരും. ബൈ ചാൻസ് നിങ്ങൾക്കത് ഭയങ്കര കനമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് പരത്തിയെടുത്ത് കുറച്ചും കൂടി തിന്നായിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ മധുരൈ ബൺ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രസമുണ്ടായിരുന്നു. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.